പ്രേക്ഷകരെ, നമ്മൾ കോടതിയിൽ നിന്നും വരുന്ന ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. വിവാഹത്തിന് മുൻപുള്ള ലൈംഗിക ബന്ധത്തിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് സുപ്രീം കോടതി പറയുന്നു. അപരിചിതരുമായി ഇടപെടുമ്പോൾ ശ്രദ്ധ പുലർത്തണമെന്നും ആരെയും വിശ്വസിക്കരുതെന്നും കോടതി ഉപദേശിക്കുകയാണ്. വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്ന കേസിലെ പ്രതിയുടെ ജാമ്യാപേക്ഷയിലാണ് കോടതിയുടെ പരാമർശം. ഷപ്ന ലീഗൽ ഡെസ്കിൽ നിന്നുണ്ട്. ഷപ്ന, ഒരു വിധി ഇറക്കാൻ പറ്റാത്തത് കൊണ്ടാണോ ഉപദേശം? സേതു, ജസ്റ്റിസ് നാഗരത്നയുടേതാണ് ഇത്തരത്തിലൊരു ഉപദേശമായി തന്നെ ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും 30 വയസ്സുകാരിയാണ് ഇത്തരം ഒരു പരാതി ഉന്നയിച്ച് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നതായിരുന്നു പരാതി. ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്നയാൾ വിവാഹിതനാണ്. അതുകൂടി പരിഗണിച്ചാണ് കോടതി ഇത്തരത്തിലൊരു ഉപദേശം മുന്നോട്ട് വെക്കുന്നത്. ആരെയും അമിതമായി വിശ്വസിക്കരുത് എന്ന ഉപദേശമാണ് പറയുന്നത്. അപ്പോൾ ജഡ്ജി തന്നെ പറയുന്നു, ഇതൊരു പഴയ ഉപദേശമായി, അല്ലെങ്കിൽ നമ്മളൊരു പഴഞ്ചനായി തോന്നിയേക്കാം, പക്ഷേ ആരെയും വിവാഹത്തിന് മുമ്പ് അമിതമായി വിശ്വസിക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യരുത് എന്നാണ് കോടതി പറയുന്നത്. കാരണം ഈ വിവാഹിതനായ ആളാണ്, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നതാണ് കേസ്. അത്തരത്തിലുള്ളൊരു കേസ് കോടതിക്ക് മുന്നിൽ നിൽക്കില്ല എന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ പരാതിക്കാരി ഈ പ്രതിയെ തേടി വിദേശത്തടക്കം പോയതായി ഈ ഹർജിയിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തിനാണ് അത്തരത്തിൽ പോയത് എന്ന ചോദ്യവും കോടതി ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് രമ്യതയിൽ പരിഹരിക്കൂ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ. ആരെയും അമിതമായി വിശ്വസിക്കാതെ, അല്ലെങ്കിൽ ഈ രീതിയിൽ പെൺകുട്ടികളോട് മാത്രമല്ല ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ആരെയും അമിതമായി വിശ്വസിക്കരുത് എന്ന പൊതുവായ പ്രസ്താവന അല്ലെങ്കിൽ പൊതുവായ ഒരു ഉപദേശമാണ് കോടതി മുന്നോട്ട് വെക്കുന്നത്. ഈ കേസിൽ ഇത് രമ്യമായി പരിഹരിക്കാൻ, മധ്യസ്ഥതയിലൂടെ പരിഹരിക്കാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നു. ഓക്കെ ഷപ്ന, ശരി. അപ്പം കോടതിയുടെ ഭാഗത്തുനിന്നൊരു ഉപദേശമാണ്, വേണ്ടവർക്ക് സ്വീകരിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം എന്നുള്ള നിലയ്ക്ക് കോടതി ഒരു ഉപദേശം നൽകിയിരിക്കുന്നു. നമുക്കിനി ഒരു